നമസ്കാരം. സ്കൂൾ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഫാത്തിമ സൻഹ. കഴിഞ്ഞ വാരങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇക്കഴിഞ്ഞ വേങ്ങര സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് വിവിധ ഇനങ്ങളിൽ സ്കൂളിലെ കലാപ്രതിഭകൾ ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാൻ അർഹത നേടി. മറ്റ് സ്കൂളുകളെ ബഹുദൂരം പിന്നിലാക്കി UP വിഭാഗം ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വേങ്ങര സബ് ജില്ലാ തല ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും UP വിഭാഗം ഓവറോൾ ഫസ്റ്റ് കരസ്ഥമാക്കി. HS വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ സബ് ജില്ലയിൽ 2ാം സ്ഥാനം നേടാനും സാധിച്ചു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, IT മേളകളിലും ഒട്ടേറെ കുട്ടികൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി നവംബർ 8-ന് വേങ്ങര ഉപജില്ലാ തലത്തിൽ നടത്തിയ ശില്പശാലയിൽ സൽമാ ഫാസിൽ അഭിനയം, നിഹാര പുസ്തകാസ്വാദനം, ഡാലിയ കഥാരചന എന്നിവയിൽ 1ാം സ്ഥാനം നേടി ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സ്കൂൾ ക്രിയേറ്റീവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ കോഴിക്കോട് ആർട്ട് ഗാലറി സന്ദർശിച്ചു. മത്സരങ്ങളുടെയും സമ്മാനങ്ങളുടെയും ലോകത്തു നിന്നും വേറിട്ട കുറേയേറെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചത് ഒരു നവ്യാനുഭവമായിരുന്നു. SPC സൂപ്പർ സീനിയർ കാഡറ്റുകളുടെ ഫിസിക്കൽ ടെസ്റ്റും മാർച്ച് ടെസ്റ്റും സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. 44 കാഡറ്റുകൾ ടെസ്റ്റുകളിൽ പങ്കെടുത്തു. ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പ്. ലിറ്റിൽ കൈറ്റ്സ് 2024-27 ബാച്ചിന് സ്ക്രാച്ചിലെ വിവിധ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഗെയിംസ് നിർമ്മാണം, ഓപ്പൺ ടൂൺസിൽ പ്രമോ ആനിമേഷൻ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നടത്തി. GVHS ചേളാരിയിലെ കൈറ്റ് മാസ്റ്റർ ഹനീഫ സാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ. കീബോർഡുകളും ടച്ച് സ്ക്രീനുകളും നിറഞ്ഞ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കയ്യെഴുത്തിന്റെ മഹത്വം മറവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലബ് സംഘടിപ്പിച്ച ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ വളരെയധികം ശ്രദ്ധേയമായി. കൃഷ്ണനന്ദ, അമേയ സത്യരാജ്, അയന വിമൽ എന്നിവർ വിജയികളായി. എനർജി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ച് 10ാം ക്ലാസ്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ഊർജ്ജ ബോധവൽക്കരണത്തിന്റെ ക്ലാസ് നടത്തി. വൈദ്യുതി വിസുരക്ഷയും വൈദ്യുതഘാതമേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ക്ലാസ്സിൽ സംസാരിച്ചു. പൊതുവിജ്ഞാനത്തിൽ ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ GK ബസ് എന്ന പേരിൽ പുതിയൊരു പരിപാടി സ്കൂളിൽ ആരംഭിച്ചു. അറിവിന്റെ ലോകത്തെ കണ്ടെത്താനുള്ള ആവേശവും പഠന താല്പര്യം വളർത്തുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ 2ാം പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ കനിമൊഴിയുടെ പറന്നുപോകുന്ന വാടക വീടുകൾ എന്ന ആദ്യ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ VR സുധീഷ് പ്രകാശന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ വിനോദ് കുമാർ, രേണുകുമാർ എന്നിവർ സംസാരിച്ചു. ചുറ്റുവട്ടം അറൗണ്ട് ദ ക്യാമ്പസ്. സ്കൂളിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക ഓർഡർ പ്രകാരം പൊളിച്ചു മാറ്റി. പ്രദേശവാസികളും സന്നദ്ധ സേവകരും ഇതിൽ സഹകരിച്ചു. സ്പോർട്സ് ന്യൂസ്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്ക് 10th ജിയിലെ കൃഷ്ണനന്ദയ്ക്ക് സെലക്ഷൻ ലഭിച്ചു. ഇനി നമുക്ക് ആർട്ട് ഗാലറി വിസിറ്റുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളിലേക്ക് പോകാം. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ദിസ് ഈസ് സൻഹ സൈനിങ് ഓഫ്.